ഓം ശാന്തി. 16/4/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, യോഗത്തിലൂടെ മാത്രമേ ആത്മാവിലെ കറ ഇല്ലാതാകൂ. ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്ത് പ്രാപ്തമാകൂ. അതിനാൽ എത്ര കഴിയുമോ യോഗബലം വർദ്ധിപ്പിക്കൂ. ചോദ്യം: ദേവീ ദേവതകളുടെ കർമ്മം ശ്രേഷ്ഠമായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കർമ്മം എന്തുകൊണ്ടാണ് ഭ്രഷ്ടമായിരിക്കുന്നത്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ തന്റെ യഥാർത്ഥ ധർമ്മം മറന്നിരിക്കുകയാണ്. ധർമ്മം മറക്കുന്നതിലൂടെ ഏത് കർമ്മം ചെയ്താലും അത് ഭ്രഷ്ടമായി തീരുന്നു. ബാബ നിങ്ങൾക്ക് തന്റെ സത്യമായ ധർമ്മത്തിന്റെ തിരിച്ചറിവ് നൽകുകയാണ്. അതോടൊപ്പം മുഴുവൻ വിശ്വത്തിന്റെയും ചരിത്രവും ഭൂമിശാസ്ത്രവും കേൾപ്പിക്കുകയാണ്. നിങ്ങളിത് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. ബാബയുടെ സത്യമായ പരിചയം കൊടുക്കണം. ഗീതം: മുഖം നോക്കൂ ആത്മാവേ. ഓം ശാന്തി. ഇത് ആരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ബാബ കുട്ടികളോടാണ് പറയുന്നത്. ബാബ കുട്ടികളെ പതീതത്തിൽ നിന്ന് പാവനമാക്കുകയാണ്. കുട്ടികൾ മനസ്സിലാക്കി, നമ്മൾ ഭാരതവാസികൾ ദേവീ ദേവതകളായിരുന്നു. അവർ ഇപ്പോൾ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി സതോ പ്രധാനതയിൽ നിന്നും കടന്ന് ഇപ്പോൾ സതോ രജോ തമോവും കഴിഞ്ഞ് തമോ പ്രധാനമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പതിതരെ പാവനമാക്കുന്ന ബാബ പറയുകയാണ്, തന്റെ ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ എത്രത്തോളം പുണ്യാത്മാവായിട്ടുണ്ട്? നിങ്ങൾ സതോ പ്രധാനമായ പവിത്ര ആത്മാക്കളായിരുന്നു. എപ്പോൾ ആദ്യമാദ്യം നിങ്ങളെ ദേവീ ദേവത എന്ന് വിളിച്ചിരുന്നോ അതിനെ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം എന്ന് പറയും. ഇപ്പോൾ ഒരു ഭാരതവാസിയും സ്വയത്തെ ദേവീ ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് പറയില്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു ധർമ്മമല്ല. പക്ഷേ പതീതരായത് കാരണം സ്വയത്തെ ദേവത എന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല. സതയുഗത്തിൽ ദേവതകൾ പവിത്രരായിരുന്നു. പവിത്ര പ്രവൃത്തി മാർഗമായിരുന്നു. യഥാ രാജ റാണി തഥാ പ്രജ എല്ലാവരും പവിത്രരായിരുന്നു. ഭാരതവാസികൾക്ക് ബാബ ഓർമ്മ ഉണർത്തി തരികയാണ്, നിങ്ങൾ പവിത്ര പ്രവൃത്തി മാർഗത്തിലുള്ള ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. അതിനെ സ്വർഗം എന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ ഒരു ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ നമ്പറിലുള്ള മഹാരാജ മഹാറാണി ലക്ഷ്മി നാരായണൻ ആയിരുന്നു. അവരുടെ കുലമായിരുന്നു. മാത്രമല്ല, ഭാരതം വളരെ ധനവാനായിരുന്നു. അത് സത്യയുഗമായിരുന്നു. പിന്നീട് ത്രേതയിലേക്ക് വന്നു. അപ്പോഴും പൂജ്യ ദേവീ ദേവതകൾ അഥവാ ക്ഷത്രിയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്ന് ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. പിന്നെ സീതാരാമന്റെ രാജ്യവുമായിരുന്നു. അവരുടെ കുലമായിരുന്നു. ഏതുപോലെയാണോ ക്രിസ്ത്യൻസിൽ പറയാറുണ്ടല്ലോ, എഡ്വേർഡ് ഒന്നാമൻ, രണ്ടാമൻ, ഇങ്ങനെ പോകുന്നു. അതുപോലെയായിരുന്നു ഭാരതത്തിലും. 5000 വർഷത്തിന്റെ കാര്യമാണ്. അർത്ഥം 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. പക്ഷെ അവർക്ക് ഈ രാജ്യം എപ്പോൾ എങ്ങനെ പ്രാപ്തമായി എന്നത് ആർക്കും അറിയില്ല. സൂര്യവംശി രാജ്യം പിന്നെ ചന്ദ്രവംശി രാജ്യവുമായി. എന്തുകൊണ്ടെന്നാൽ പുനർജന്മം എടുത്തെടുത്ത് ഏണിപ്പടി താഴേക്ക് ഇറങ്ങി. ഭാരതത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആർക്കും അറിയില്ല. രചയിതാവ് ബാബയാണെങ്കിൽ സത്യുഗി പുതിയ ലോകത്തിന്റെ രചയിതാവും ബാബ ആയിരിക്കുമല്ലോ. ബാബ പറയുകയാണ്, കുട്ടികളെ, നിങ്ങൾ ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലായിരുന്നു. ഈ ഭാരതം സ്വർഗമായിരുന്നു. പിന്നീട് നരകമായി മാറി.
ലോകർക്ക് ഈ വിശ്വത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ അറിയില്ല. ഞങ്ങൾക്ക് രചനയുടെയും രചയിതാവിൻ്റെയും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് ഋഷി മുനിമാർ പോലും പറഞ്ഞിരുന്നത്. എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും? അതാണ് ബാബ ഇരുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ശിവബാബ ഭാരതത്തിലാണ് ദിവ്യജന്മം എടുക്കുന്നത്. അതാണ് ശിവജയന്തി ആഘോഷിക്കുന്നത്. ശിവജയന്തിക്ക് ശേഷം ഗീതാ ജയന്തിയാണ് വരേണ്ടത്, പിന്നെ കൃഷ്ണ ജയന്തിയും. പക്ഷേ ഈ ജയന്തിയുടെ രഹസ്യം ഭാരതവാസികൾക്ക് അറിയില്ല. അതായത് ശിവജയന്തി എപ്പോഴാണ് എന്നതും അറിയില്ല. മറ്റ് ധർമ്മങ്ങളിലുള്ളവർ പെട്ടെന്ന് പറയും ബുദ്ധന്റെ ജയന്തി, ക്രിസ്തുവിന്റെ ജയന്തി എപ്പോഴാണ് എന്നത്. ഭാരതവാസികളോട് ശിവജയന്തി എപ്പോഴാണ് എന്ന് ചോദിക്കൂ, ആർക്കും അറിയില്ല. ഭാരതത്തിലാണ് ശിവൻ വരുന്നത്. വന്ന് എന്താണ് ചെയ്യുന്നത്? ഇതൊന്നും ആർക്കും അറിയില്ല. സർവാത്മാക്കളുടെയും അച്ഛനാണ് ശിവൻ. ആത്മാവ് അവിനാശിയാണ്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. ഇതാണ് 84 ജന്മങ്ങളുടെ ചക്രം. ശാസ്ത്രങ്ങളിൽ 84 ലക്ഷം ജന്മങ്ങളുണ്ട് എന്നെല്ലാം പൊങ്ങച്ചം എഴുതിയിട്ടുണ്ട്. ബാബ വന്ന് ശരിയായ കാര്യങ്ങൾ കേൾപ്പിക്കുകയാണ്. ബാബ കേൾപ്പിച്ചു തരുന്നത് ഒഴികെ രചനയെക്കുറിച്ചും രചയിതാവിനെക്കുറിച്ചും നിങ്ങൾ എന്തെല്ലാം കേട്ടോ അതെല്ലാം അസത്യമാണ്. കാരണം ഇത് മായയുടെ രാജ്യമാണ്. ആദ്യം നിങ്ങൾ പവിഴബുദ്ധികളായിരുന്നു. ഭാരതം പവിഴപുരി ആയിരുന്നു. സ്വർണം, വജ്രങ്ങൾ, രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. ബാബ ഇരുന്ന് രചനയുടെയും രചയിതാവിൻ്റെയും ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം, അർത്ഥം, ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും കേൾപ്പിക്കുകയാണ്. ഭാരതവാസികൾക്ക് ഇതറിയില്ല. നമ്മൾ തന്നെയായിരുന്നു ആദ്യമാദ്യം ദേവീ ദേവതകളായിരുന്നത്. ഇപ്പോൾ പതീതമാണ്, ദരിദ്രരാണ്. അധർമ്മികളായി തന്റെ ധർമ്മത്തെ തന്നെ മറന്നിരിക്കുകയാണ്. ഇതും ഡ്രാമയനുസരിച്ച് നടക്കേണ്ടതാണ്. അതിനാൽ ഈ വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടാകണം. ഉയർന്നതിലും ഉയർന്നതായ സർവാത്മാക്കളുടെയും ബാബ മൂലവതനത്തിലാണ് വസിക്കുന്നത്. പിന്നെയാണ് സൂക്ഷ്മവതനമുള്ളത്. ഇത് സ്ഥൂലവതനമാണ്. സൂക്ഷ്മവതനത്തിൽ കേവലം ബ്രഹ്മ, വിഷ്ണു, ശങ്കരനാണ് വസിക്കുന്നത്. അവരുടെ വേറെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നുമില്ല. ഇത് 3 തട്ടുകളാണ്. എന്നാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ശക്തിയുടെ രചനയും ഒന്നേ ഉള്ളൂ. ആ ചക്രം തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യുഗത്തിൽ നിന്ന് ത്രേത, പിന്നെ ദ്വാപരം, കലിയുഗങ്ങളിലേക്ക് വരേണ്ടി വരുന്നു. 84 ജന്മങ്ങളുടെ കണക്ക് വേണമല്ലോ. ഇതാർക്കും അറിയില്ല. ഇത് ശാസ്ത്രങ്ങളിലും ഇല്ല. 84 ജന്മങ്ങളുടെ പാർട്ട് നിങ്ങൾ കുട്ടികളാണ് അഭിനയിച്ചത്. ബാബ ഈ ചക്രത്തിലേക്ക് വരുന്നില്ല. പാവനമായിരുന്ന കുട്ടികൾ തന്നെയാണ് പതീതമാകുന്നതും. അതിനാൽ നിലവിളിക്കുകയാണ്, ബാബ വന്ന് വീണ്ടും ഞങ്ങളെ പാവനമാക്കൂ. ഒരാളെ തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. രാവണ രാജ്യത്തിൽ എല്ലാവരും ദുഃഖികളാണ്. വരൂ, വന്ന് ഞങ്ങളെ മോചിപ്പിച്ച് രാമരാജ്യത്തിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് പറയുന്നത്. രാമരാജ്യം പകുതി കൽപ്പം ഉണ്ടാകും. പിന്നെ പകുതി കൽപ്പം രാവണരാജ്യവും. ഭാരതവാസികൾ പവിത്രരായിരുന്നു. അവർ തന്നെയാണ് പതിതമായിരിക്കുന്നത്. വാമമാർഗത്തിലേക്ക് പോയതിലൂടെയാണ് നിങ്ങൾ പതിതരാകാൻ ആരംഭിച്ചത്. ഭക്തിമാർഗവും ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം കേൾപ്പിച്ചു തരുന്നുണ്ട്. ഇതിലൂടെ പകുതി കൽപ്പത്തിലേക്ക് നിങ്ങൾ സുഖത്തിന്റെ സമ്പത്ത് നേടും.
പകുതിക്കൽപ്പം ജ്ഞാനത്തിന്റെ പ്രാലബ്ധമുണ്ടാകും. പിന്നെ രാവണന്റെ രാജ്യം ആരംഭിക്കും, വീഴാൻ ആരംഭിക്കും. നിങ്ങൾ ദൈവിക രാജ്യത്തിലായിരുന്നു, പിന്നെ ആസുരീയ രാജ്യത്തിലേക്ക് വന്നതാണ്. ഇതിനെയാണ് നരകം എന്നും പറയുന്നത്. നിങ്ങൾ സ്വർഗത്തിലായിരുന്നു, പിന്നെ 84 ജന്മങ്ങളെടുത്ത് നരകത്തിൽ എത്തിയിരിക്കുകയാണ്. അത് സുഖധാമമായിരുന്നു, ഇത് ദുഃഖധാമമാണ്. 100% അപവിത്രമാണ്. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി അതേ ഭാരതവാസികൾ പൂജ്യരിൽ നിന്നും പൂജാരിയായി മാറിയിരിക്കുന്നു. ഇതിനെയാണ് വിശ്വത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഭാരതവാസികളുടെ മുഴുവൻ ചക്രമാണ്. മറ്റ് ധർമ്മത്തിലുള്ളവർ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. അവർ സത്യയുഗത്തിൽ ഉണ്ടാവില്ല. സത്യയുഗത്തിലും ത്രേതയിലും കേവലം ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. സൂര്യവംശിയിൽ നിന്നും ചന്ദ്രവംശിയായി, പിന്നെ വൈശ്യവംശിയായി, ശൂദ്രവംശിയായി. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ബ്രാഹ്മണ വംശിയായി, വീണ്ടും ദേവതാവംശി ആകുന്നതിന്. ഇതാണ് ഭാരതത്തിന്റെ വർണ്ണങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണനായതിലൂടെ ശിവബാബയിൽ നിന്നും സമ്പത്ത് പ്രാപ്തമാക്കുകയാണ്. ബാബ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. 5000 വർഷം മുമ്പത്തേതുപോലെ കൽപ്പകൽപ്പം നിങ്ങൾ പാവനമായി പിന്നെ പതീതരുമാകും. സുഖധാമത്തിൽ പോയി പിന്നെ ദുഃഖധാമത്തിലേക്ക് വരും, പിന്നെ ശാന്തിധാമത്തിലേക്ക് പോകണം. അതിനെയാണ് നിരാകാരി ലോകം എന്ന് പറയുന്നത്. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, ഇതൊരു മനുഷ്യർക്കും അറിയില്ല. ആത്മാവ് നക്ഷത്രത്തെ പോലെ ബിന്ദുവാണ്. പറയാറുണ്ട്, ബഴക്കുട്ടി മധ്യത്തിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം ചെറിയൊരു ബിന്ദുവാണ്. അത് ദിവ്യദൃഷ്ടിയിലൂടെയാണ് കാണാൻ സാധിക്കുക. വാസ്തവത്തിൽ നക്ഷത്രമെന്നും പറയാൻ സാധിക്കില്ല. നക്ഷത്രവും വലുതാണ്. കേവലം ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും. ഇത് കേവലം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഏതുപോലെ നക്ഷത്രം ദൂരെ ചെറുതായി കാണുന്നുവോ അതുപോലെ ആത്മാവും ചെറുതാണ്. പരമാത്മാവും ബിന്ദു സമാനമാണ്. എന്നാൽ പരമാത്മാവ് എന്നാണ് പറയുക. ബാബയുടെ മഹിമ വേറെയാണ്. മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ബീജം ചൈതന്യമായത് കാരണം ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. നിങ്ങൾ ആത്മാക്കൾക്കും ഇപ്പോൾ ജ്ഞാനം പ്രാപ്തമാവുകയാണ്. ആത്മാവ് തന്നെയാണ് ജ്ഞാനം ഉൾക്കൊള്ളുന്നത്. ഇത്രയും ചെറിയ ബിന്ദുവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അതും അവിനാശിയാണ്. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങിയാണ് വന്നത്. ഇതിന് അവസാനമില്ല. ദേവതയായിരുന്നു, മനുഷ്യനായി, ഇനി വീണ്ടും ദേവതയാകണം. ഈ ചക്രം കറങ്ങിയതാണ്. ബാക്കി എല്ലാം ഉപശാഖകളാണ്. ഇതേ ഭാരതത്തിൽ സത്യയുഗത്തിൽ ധർമ്മവും പവിത്രതയും ഉണ്ടായിരുന്നു. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് വികാരിയായി മാറി. ഇത് വികാരി ലോകമാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് പവിത്രത ഉണ്ടായിരുന്നു, ശാന്തി ഉണ്ടായിരുന്നു, സമ്പന്നത ഉണ്ടായിരുന്നു. ബാബ കുട്ടികൾക്ക് ഓർമ്മ ഉണർത്തിത്തരികയാണ്. മുഖ്യമായത് പവിത്രതയാണ്. അതിനാലാണ് പറയുന്നത്, വികാരികളെ നിർവികാരിയാക്കുന്ന ഭഗവാനെ വരൂ എന്ന്. ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. അതിനാൽ സദ്ഗുരുവാണ്. ഇപ്പോൾ നിങ്ങൾ ബാബയിലൂടെ യാചകനിൽ നിന്നും രാജകുമാരനാവുകയാണ്. അല്ലെങ്കിൽ നരനിൽ നിന്ന് നാരായണൻ, നാരിയിൽ നിന്ന് ലക്ഷ്മി ആവുകയാണ്. നിങ്ങൾ പഠിക്കുന്നത് രാജയോഗമാണ്. ബാബയിലൂടെ രാജ്യാധികാരം കിട്ടുന്നത് ഭാരതത്തിനാണ്. ആത്മാവാണ്
84 ജന്മങ്ങൾ എടുക്കുന്നത്. ശരീരത്തിലൂടെ പഠിക്കുന്നതും ആത്മാവാണ്, ശരീരമല്ല പഠിക്കുന്നത്. ആത്മാവാണ് സംസ്കാരം എടുത്തു പോകുന്നത്. ഞാൻ ആത്മാവ് ഈ ശരീരത്തിലൂടെ പഠിക്കുകയാണ്. ഇതിനെയാണ് ദേഹി അഭിമാനി എന്നു പറയുന്നത്. ആത്മാവ് വേറിട്ടാൽ ആ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആത്മാവാണ് പറയുന്നത്, ഇപ്പോൾ ഞാൻ പുണ്യാത്മാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. മനുഷ്യർ ദേഹാഭിമാനത്തിലേക്ക് വന്ന് പറയാറുണ്ട്, ഞാൻ അത് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ആത്മാക്കളാണ്, ബാക്കി നിങ്ങളുടെ ശരീരം വലുതാണ്. പരമാത്മാവായ അച്ഛനിൽ നിന്നും ഞാൻ ആത്മാവ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ്, മനസ്സുകൊണ്ട് എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ സ്വർണിമ യുഗത്തിൽ സതോ പ്രധാനമായിരുന്നു. പിന്നെ നിങ്ങളിൽ കലർപ്പ് പിടിച്ചു, കറ പിടിച്ച് നിങ്ങൾ പതീതമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പാവനമാകണം. അതിനാൽ പറയുകയാണ്, അല്ലയോ പതിത പാവന, വരൂ വരൂ, വന്ന് ഞങ്ങളെ പാവനമാക്കൂ. അപ്പോൾ ബാബ നിർദ്ദേശം നൽകുകയാണ്, അല്ലയോ പതിതമായ ആത്മാവേ, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളിലെ ക്ലാവ് ഇല്ലാതാകും. മാത്രമല്ല നിങ്ങൾ പാവനമാകും. ഇതിനെയാണ് പ്രാചീന യോഗം എന്ന് പറയുന്നത്. ഈ ഓർമ്മ അർത്ഥം യോഗാഗ്നിയിലൂടെ പാപക്കറ ഭസ്മമാകും. മുഖ്യമായ കാര്യമാണ് പതീതത്തിൽ നിന്ന് പാവനമാകണം. സന്യാസി ഗുരുക്കന്മാരും സർവരും പതീതരാണ്. പാവനമാകുന്നതിനുള്ള ഉപായമാണ് ബാബ പറഞ്ഞു തരുന്നത്. മനസ്സുകൊണ്ട് എന്നെ ഓർമ്മിക്കൂ. ഈ അന്തിമ ജന്മത്തിൽ പവിത്രമാകൂ. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മനസ്സുകൊണ്ട് എന്നെ ഓർമ്മിക്കൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എല്ലാ ആത്മാക്കളായ പ്രിയതമകൾക്കും പ്രിയതമൻ ബാബയാണ്. ഞാൻ നിങ്ങളെ പാവനമാക്കിയിരുന്നു, പിന്നെ നിങ്ങൾ പതീതമായി. എല്ലാ ഭക്തരും പ്രിയതമകളാണ്. പ്രിയതമൻ പറയുകയാണ്, നിങ്ങൾ കർമ്മം ചെയ്തുകൊള്ളൂ. എന്നാൽ ബുദ്ധി കൊണ്ട് എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. ഇതിനാണ് പരിശ്രമം. അതിനാൽ സമ്പത്ത് നേടുന്നതിന് വേണ്ടി ബാബയെ ഓർമ്മിക്കണം. ആരാണോ കൂടുതൽ ഓർമ്മിക്കുന്നത് അവർക്ക് കൂടുതൽ സമ്പത്ത് കിട്ടും. ഇതാണ് ഓർമ്മയുടെ യാത്ര. ആരാണോ കൂടുതൽ ഓർമ്മിക്കുന്നത് അവരാണ് പാവനമായി മാറി എൻ്റെ കഴുത്തിലെ മാലയാവുക. നിരാകാരി ലോകത്തിൽ ആത്മാക്കളുടെ കൂട്ടമായിരിക്കും ഉണ്ടാവുക. അതിനെ നിരാകാരി വൃക്ഷം എന്നാണ് പറയുക. ഇവിടെയുള്ളത് സാകാരി വൃക്ഷമാണ്. നിരാകാരി വൃക്ഷത്തിൽ നിന്നും നമ്പർ വാറായി താഴേക്ക് വരും. വരിക തന്നെ വേണം. പാർട്ട് അഭിനയിക്കുന്നതിനാണ് ആത്മാവ് വരുന്നത്. എത്ര ആത്മാക്കളുണ്ടോ സർവരും ഈ ഡ്രാമയിലെ അഭിനേതാക്കളാണ്. ആത്മാവ് അവിനാശിയാണ്. അതിലുള്ള പാർട്ടും അവിനാശിയാണ്. ഡ്രാമ എപ്പോഴാണ് ഉണ്ടാക്കപ്പെട്ടത് ഇത് പറയാൻ കഴിയില്ല. ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭാരതവാസികൾ ആദ്യമാദ്യം സുഖത്തിലായിരുന്നു, പിന്നെ ദുഃഖത്തിലേക്ക് വന്നു, പിന്നെ ശാന്തിധാമത്തിലേക്ക് പോകണം, പിന്നെ വീണ്ടും ബാബ സുഖധാമത്തിലേക്ക് അയക്കും. ആര് എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നോ അതിനനുസരിച്ച് ഉയർന്ന പദവി കിട്ടും. ബാബ രാജധാനിയുടെ സ്ഥാപന നടത്തുകയാണ്. പുരുഷാർത്ഥത്തിനനുസരിച്ച് രാജധാനിയിൽ പദവിയും കിട്ടും. സത്യയുഗത്തിൽ തീർച്ചയായും വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാകുകയുള്ളൂ. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ വൃക്ഷം വളരെ ചെറുതായിരിക്കും. ബാക്കി എല്ലാം നശിച്ചു പോകും. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. അർത്ഥം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുകയാണ്.
5000 വർഷങ്ങൾക്ക് മുൻപും ഈ യുദ്ധത്തിനു ശേഷം സ്വർഗത്തിന്റെ സ്ഥാപന നടന്നിട്ടുണ്ട്. അനേക ധർമ്മങ്ങളുടെ വിനാശവും നടന്നിട്ടുണ്ട്. ഈ യുദ്ധത്തെ മംഗളകാരി യുദ്ധം എന്നാണ് പറയുക. ഇപ്പോൾ നരകത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. പിന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും. സ്വർഗത്തിന്റെ വാതിൽ ബാബയാണ് തുറക്കുന്നത്. നരകത്തിന്റെ വാതിൽ രാവണനാണ് തുറക്കുക. ബാബ സമ്പത്ത് തരികയാണ്. രാവണൻ ശാപവും തരും. ഈ കാര്യങ്ങളെ ലോകത്തിന് അറിയില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. വിദ്യാഭ്യാസ മന്ത്രി പോലും പരിധിയില്ലാത്ത ജ്ഞാനമാണ് ആഗ്രഹിക്കുന്നത്. അത് കേവലം നിങ്ങൾക്കേ നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിങ്ങൾ ഗുപ്തമാണ്. നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ല. യോഗബലത്തിലൂടെ നിങ്ങൾ രാജ്യാധികാരം നേടുകയാണ്. ലക്ഷ്മി നാരായണൻ ഈ രാജ്യം എങ്ങനെയാണ് നേടിയത്? അത് നിങ്ങൾക്ക് അറിയാം. ഇതിനെയാണ് മംഗളകാരിയായ യുഗം എന്ന് പറയുന്നത്. ഈ സമയത്താണ് ബാബ വന്ന് നിങ്ങളെ പാവനമാക്കുന്നത്. കൃഷ്ണനെ എല്ലാവരും പിതാവെന്ന് പറയില്ലല്ലോ. നിരാകാരനെയാണ് പിതാവെന്ന് പറയുക. ആ പിതാവിനെ ഓർമ്മിക്കൂ. പാവനമാകണം. തീർച്ചയായും വികാരങ്ങൾ ഉപേക്ഷിക്കണം. ഭാരതം നിർവികാരി സുഖധാമമായിരുന്നു. ഇപ്പോൾ വികാരിയും ദുഃഖധാമവുമാണ്. കാലണയ്ക്ക് പോലും വിലയില്ല. ഇത് ഡ്രാമയുടെ കളിയാണ്. ഇതിനെ ബുദ്ധിയിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഓർമ്മയിലൂടെ പാവനമായി ബാബയുടെ കഴുത്തിലെ മാലയാകണം. കർമ്മം ചെയ്തുകൊണ്ടും ബാബയുടെ ഓർമ്മയിലിരുന്ന് വികർമാജീത്ത് ആകണം. 2. പുണ്യാത്മാവാകുന്നതിന് പൂർണ്ണമായി പുരുഷാർത്ഥം ചെയ്യണം. ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനി ആകണം. വരദാനം: തൻ്റെ ബുദ്ധിയാകുന്ന നേത്രത്തെ ക്ലിയറും ശ്രദ്ധാലുവുമാക്കി വെക്കുന്ന മാസ്റ്റർ നോളജ്ഫുള്ളും പവർഫുള്ളുമായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ജ്യോതിഷികൾ തങ്ങളുടെ ജ്യോതിഷ ജ്ഞാനത്തിലൂടെയും ഗ്രഹങ്ങളുടെ ജ്ഞാനത്തിലൂടെയും വരാൻ പോകുന്ന ആപത്തുകളുടെ വിവരങ്ങൾ മനസ്സിലാക്കുന്നത്, അതേപോലെ താങ്കൾ കുട്ടികൾ മുൻകൂട്ടി മായയിലൂടെ വരാൻ പോകുന്ന സമസ്യകളെ തിരിച്ചറിഞ്ഞ് പദവിയോടെ പാസ്സാകുന്നതിന് വേണ്ടി ബുദ്ധിയാകുന്ന നേത്രത്തെ ക്ലിയറാക്കൂ. ഒപ്പം ശ്രദ്ധാലുക്കളായിരിക്കൂ. ദിനം പ്രതി ഓർമ്മയുടെയും സൈലൻസിൻ്റെയും ശക്തിയെ വർദ്ധിപ്പിക്കൂ. എങ്കിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ മനസ്സിലാകും. മാസ്റ്റർ നോളജ്ഫുൾ, പവർഫുൾ ആകൂ. എങ്കിൽ ഒരിക്കലും തോൽവി സംഭവിക്കില്ല. സ്ലോഗൻ: പവിത്രത തന്നെയാണ് നവീനത. അതുതന്നെയാണ് ജ്ഞാനത്തിൻ്റെ അടിത്തറ. അവ്യക്ത സൂചന: മഹാനാകുന്നതിന് വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. താങ്കൾ കുട്ടികളുടെ ചലനങ്ങളിൽ മധുരതയും മനസ്സാ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും ഉണ്ടായിരിക്കണം. രണ്ടും സ്മൃതിയിലിരുന്നാൽ പദവിയോടെ പാസ്സാകാം. മധുരതയും വിനയവും ഈ രണ്ടിൻ്റെയും വിശേഷ ധാരണയിലൂടെ സദാ വിശ്വമംഗളകാരി, മഹാദാനി, വരദാനിയായി മാറും. മാത്രമല്ല സഹജമായി സ്നേഹത്തിൻ്റെ തെളിവ് നൽകാനും സാധിക്കും. ഓം ശാന്തി.